വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാരെ, ഈ വരുന്ന ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന താലൂക്ക് സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയും ഹിന്ദുവിൻ്റെ സാധ്യതകളെ പറ്റിയും നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ രാധാകൃഷ്ണനിലൂടെ നമ്മൾ ഓർത്തെടുത്തു. അതോടൊപ്പം നമ്മൾ ഇന്നേറെ വിഷമത്തോടുകൂടി കഴിഞ്ഞ ജനുവരി 14 തീയതി പുല്ലുമേടിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന അയ്യപ്പന്മാരുടെ കുടുംബങ്ങൾക്കുള്ള സഹായ നിധി ഇവിടെ നിന്ന് സ്വരൂപിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ 102 അയ്യപ്പന്മാർ കയ്യിൽ കാശ് അധികമായിട്ട് ടൂറ് നടത്താൻ വേണ്ടി കേരളത്തിലേക്ക് വന്നവരല്ല. ഭാര്യയുടെ കെട്ടുകാലി പണയം വെച്ച് തീർത്ഥാടനത്തിന് ഇറങ്ങിയവരാ. ചിലപ്പോൾ മടങ്ങി പോകുമ്പോൾ കാലിച്ചായക്ക് വഴിയില്ലാതെ മടങ്ങി പോകുന്ന അയ്യപ്പന്മാർ. ആ കുടുംബനാഥന്മാരെ തെണ്ടിച്ചു കൊണ്ടു കൊടുക്കേണ്ട കുടുംബനാഥന്മാരാണ് ആ കുടുംബത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നത്. ഒട്ടുമിക്ക കുടുംബങ്ങളും ഏറെക്കുറെ ആത്മഹത്യയുടെ വക്കിലാണ്. തെണ്ടിച്ചു കൊണ്ടു കൊടുക്കേണ്ട കുടുംബനാഥന്മാരില്ലാത്ത ആ കുടുംബങ്ങളിലേക്ക് നേരിട്ടും അല്ലാതെയും 3000 കോടിയിലധികം രൂപ ഒരു ശബരിമല തീർത്ഥാടന കാലത്ത് ഖജനാവിലേക്ക് ഈട്ടം കൂട്ടുന്ന കേരള സർക്കാർ ഈ 2 മാസം കഴിഞ്ഞ് അവർക്ക് എന്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ എളുപ്പം ഉത്തരം പറയാൻ പറ്റും, ആ ശവാണ് കൊണ്ടു കൊടുത്തു എന്ന്. അതുകൊണ്ട് നമുക്കിവിടെ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ എത്തിച്ചു കൊടുത്തു. അതിലുപരിയായിട്ട് മറ്റ് യാതൊന്നും ചെയ്തില്ല എന്നുള്ള വിഷമത്തിൽ നിന്നാണ് നമുക്കിന്ന് സഹായനിധി സ്വരൂപിക്കാൻ ഐക്യവേദിയുടെ താലൂക്ക് സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിധി സ്വരൂപണവുമായി ബന്ധപ്പെട്ട് അനുയായികൾക്കിടയിലേക്ക് വരേണ്ട അവസ്ഥ വന്നത്. വളരെ വികാരനിർഭരമായ പല സാഹചര്യങ്ങൾക്കും ഈ സഹായനിധി സ്വരൂപണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്തരം പല വികാരനിർഭരമായ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഏറ്റവും കുറവുള്ള മലപ്പുറത്ത് ഏറനാട് താലൂക്കിലെ മുരളേട്ടനൊക്കെ അറിയാം, ഹിന്ദുക്കൾ ഏറ്റവും കുറവുള്ള ഏറനാട് താലൂക്ക് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട് സഹായനിധിയെ പറ്റിയുള്ള ആഹ്വാനം മുഴങ്ങി ഒരു 20 മിനിറ്റിനുള്ളിൽ 15,900 രൂപ അവിടെ സഹായനിധിയായിട്ട് അവിടെ കൂടിയ സാധാരണക്കാരായ ഹൈന്ദവ സമൂഹം അവരുടെ വിയർപ്പിന്റെ വില ഒരു നേരത്തെ ചായ വേണ്ടാന്ന് വെച്ചിട്ടോ ഒരു നേരത്തെ ഊണ് വേണ്ടാന്ന് വെച്ചിട്ടോ മടങ്ങിപ്പോകാനുള്ള കാശ് മാത്രം പോക്കറ്റിലിട്ട് അർപ്പിക്കുന്ന കാഴ്ച. ഇതൊരു മലപ്പുറത്തിന്റെ മാത്രമല്ല, ഞങ്ങൾ നടത്തിയ താലൂക്ക് സമ്മേളനങ്ങളിലും ഇതല്ലെങ്കിൽ നടത്തിയ യാത്രയിലൊക്കെ എല്ലായിടത്തും ഇത്തരം ഒരു വികാര നിർഭരമായ രംഗങ്ങളുണ്ടായി. സാധാരണക്കാരന് ഹൃദയവ്യഥയോടുകൂടി ആ കുടുംബത്തെ ദത്തെടുക്കണം എന്ന ചിന്തയുണ്ടാകുമ്പോൾ എന്തേ അവരിൽ നിന്ന് വരുമാനം വാങ്ങിവെച്ച കേരള സർക്കാരിന് ഇതുവരെ അത്തരം ഒരു ശ്രദ്ധയുണ്ടാകാത്തത് എന്നാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗതി. ഇവിടെ ഒറ്റപ്പാലത്ത് ഇതേ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷതയിൽ പുല്ലുമേട് അനുസ്മരണം നടന്നപ്പോൾ ഉണ്ടായ ഒരു വളരെ വൈകാരികമായൊരു രംഗം, ഒരുപക്ഷെ അതിന് അന്ന് വേദി വിട്ടുപോകാതെ പരിപാടി അവസാനിപ്പിച്ച ശേഷം വേദി വിട്ടുപോകാത്ത ചിലരെങ്കിലും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. ആ വേദിയിലേക്ക്, അനുസ്മരണ വേദിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് വളരെ വിഷമത്തോടുകൂടി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, വേദിയിലുള്ള എല്ലാവരും ഒരു അല്പസ്വല്പം അവിടെ പിരിഞ്ഞു പോകാത്തവരും കേട്ടു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, പുല്ലുമേട് അയ്യപ്പന്മാര് എത്ര മുഴുവൻ അദ്ദേഹത്തിന് പറയാൻ വയ്യ, അദ്ദേഹം 2 വാക്കാണ് പറഞ്ഞത്, ചത്തതല്ല കൊന്നതാന്നാ പറഞ്ഞത്. ചത്തതല്ല കൊന്നതാണ്. ഇതാണ് അദ്ദേഹം ഞങ്ങളോട് അവിടെ വളരെ വിഷമിച്ച് പറഞ്ഞ കാര്യം. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു എന്തായിരിക്കാം ഇദ്ദേഹം പൊട്ടിക്കാൻ പോകുന്ന രഹസ്യത്തിന്റെ ബോംബ് എന്നിങ്ങനെ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ നിന്നപ്പോൾ ഒരു 4-5 മിനിറ്റ് എടുത്ത് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടെ ചവിട്ടേറ്റ് വീണ വ്യക്തിയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയണത്. അദ്ദേഹം പറഞ്ഞത്, അവിടെ ഞങ്ങൾക്ക് ഒരിറ്റു വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു തുള്ളി വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, മര്യാദയ്ക്കൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ 4 ഭാഗം അയ്യപ്പന്മാർ മരിക്കുമായിരുന്നില്ല എന്നത്. 1.5 ലക്ഷം അയ്യപ്പന്മാര് തടിച്ചുകൂടിയ ഒരു സ്ഥലത്ത് ഒരു നുള്ളു വെളിച്ചമോ ഒരു തുള്ളി വെള്ളമോ എത്തിക്കാതെ എങ്ങനെ ഭരണകൂടം നമ്മളോട് ഇത്തരത്തിൽ പെരുമാറാൻ സാധിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് എന്തുകൊണ്ടാണ് ചത്തതല്ല കൊന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും ആ പറയുന്ന വികാരം അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് ആ വികാരം കേൾക്കുന്ന നമ്മളിലേക്കൊക്കെ കയറും. എന്തുകൊണ്ട്? ഒരു നുള്ളു വെളിച്ചമോ ഒരു തുള്ളി വെള്ളമോ അവിടെ എത്തിക്കണമെങ്കിൽ എത്ര രൂപ ചെലവുണ്ടായിരിക്കും നമുക്കതിനെ പറ്റി അറിയില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട്, ഈ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരു ഹജ്ജാജിക്ക് വേണ്ടിയിട്ട്
70,238 രൂപ. ആർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. 70,238 രൂപ ഒരു വ്യക്തിക്ക് വേണ്ടി സബ്സിഡി കൊടുക്കുന്ന നാടാണിത്. ഹജ്ജ് ഹൗസുകൾ വേറെ, ഹജ്ജ് ടെർമിനൽ വേറെ, ഹജ്ജ് സൗഹൃദ സംഘം വേറെ, അതൊക്കെ സംയുക്തമായി ചെലവഴിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് 70,238 രൂപ. വിവരാവകാശ നിയമപ്രകാരം ആർക്കും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് രേഖ വാങ്ങാം. ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞങ്ങളെ സമീപിക്കാം, ഞങ്ങൾ മാപ്പ് പറയാം. 70,238 രൂപ ഒരു ഹജ്ജാജിക്ക് വേണ്ടി സബ്സിഡി കൊടുക്കുന്ന നാട്ടില് അയ്യപ്പന് 70,000 വേണ്ട, 7,000 വേണ്ട, 700 വേണ്ട, 70 വേണ്ട, 7 രൂപ വേണ്ട, 70 പൈസ വേണ്ട. അവിടെ വരുന്ന ഒരയ്യപ്പന് വേണ്ടി 7 നയാ പൈസ ചെലവാക്കാന് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സഹായ നിധിയുമായിട്ട് ഇറങ്ങേണ്ട ഗതികേട് വരുമായിരുന്നു. നമുക്ക് ഈ 102 പേരുടെ ആത്മാക്കൾക്ക് മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികേട് വരുമായിരുന്നു. ചിന്തിച്ചു നോക്കാം, നമ്മളൊരു 7 പൈസ അവിടെ ചെലവഴിച്ചിരുന്നെങ്കിൽ വെള്ളമോ വെളിച്ചമോ എത്തിക്കാൻ, മര്യാദയ്ക്ക് ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇതുപോലൊരു ദുരിതം ഉണ്ടാകുമായിരുന്നില്ല. അവിടെയാണ് ചത്തതല്ല കൊന്നതാണ് എന്ന് അവിടെ ആ അപകടത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും ഇന്നും ഉള്ളു തകർന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ നമ്മളും ഇവിടുത്തെ പൗരന്മാരാണ്. വരുന്ന ഏപ്രിൽ 13-ാം തീയതി നമ്മളും പോണം പോളിംഗ് ബൂത്തിലേക്ക്. ഈ 102 അയ്യപ്പന്മാരുടെ കുടുംബത്തിന് റേഷൻ വാങ്ങിക്കാൻ നമ്മൾ ഇടുന്ന നയാ പൈസ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവിൽ പോക്കറ്റിൽ ഇന്ന് കൈയിടുന്ന നമ്മള് ഏപ്രിൽ 13-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോണ്ടത്. വാഗ്ദാനം മാത്രം നൽകിയിട്ട് അവരെ വഞ്ചിച്ചവരെ, അവരെ പറ്റി ഒന്നും ചിന്തിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെ ഇവരെയൊക്കെ മറന്നുകൊണ്ട് നമുക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റും. മുഖ്യമന്ത്രി പ്രസ്താവിച്ചു, ഹെലികോപ്റ്റർ, സ്പെഷ്യൽ ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് പുല്ലുമേട്ടെത്തി. അവിടെ നിന്ന് പത്രക്കാർക്ക് മുന്നിൽ അദ്ദേഹം വളരെ ഗംഭീരമായി എഴുതി വായിച്ചു, 5 ലക്ഷം രൂപ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയാലോ, ഒരു വട്ടമല്ല പറയുക, നൽകും 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 എന്ന് സർവ്വ മസില് മുറുക്കി പിടിച്ച് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മസില് വലിഞ്ഞ ഫോട്ടോ എടുത്തു കൊടുത്താലോ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഫോട്ടോ സ്റ്റേറ്റ് എടുത്തു കൊടുത്താലോ ആന്ധ്രയിലെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടില്ല, കർണാടകയിലെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടില്ല, തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടില്ല. വേണ്ട, ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് മരിച്ചിട്ടില്ല പാവം പത്മനാഭൻ മണ്ണാർക്കാട്. പാലക്കാട് ജില്ല ഇടതുപക്ഷത്തിന് മുൻതൂക്കണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ജില്ല. അവിടെ റേഷൻ കടയിൽ കൊണ്ടു കൊടുത്താൽ, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൊടുത്താൽ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊടുത്താൽ അവിടുന്ന് അരി കിട്ടുമോ? അവിടെ നാട്ടിൻ പുറത്തുള്ള സ്കൂളുകളും യത്തീംഖാനകൾ വരെ പൈസ വിരിച്ചാണ് ആ പാവങ്ങൾ റേഷൻ വാങ്ങി ജീവിക്കുന്നത്. ആ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം. യത്തീംഖാനകൾ വരെ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവർ റേഷൻ വാങ്ങി ജീവിക്കുന്നത്. ഇങ്ങനെ അഭയാർത്ഥികളായിട്ട്, അഗതികളായിട്ട്, ഭിക്ഷക്കാരായിട്ട് ഒരു സമാജത്തെ വലിച്ചെറിഞ്ഞവരെ ഓർത്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് പോളിംഗ് ബൂത്തിൽ പോവാൻ സാധിക്കുള്ളൂ. ഈ 102 പേരുടെ ശവങ്ങൾ കണ്ടിട്ടല്ലേ, അതിനുശേഷമല്ലേ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് പാസ്സാക്കിയത്. ആ ബജറ്റിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയില്ലേ നമ്മളൊക്കെ? ഒരു നയാ പൈസ ശബരിമലയിൽ ഇങ്ങനെ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരു നയാ പൈസ അവിടേക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? മറന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഹജ്ജ് സബ്സിഡി 600 കോടിയാക്കി ഉയർത്താൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർത്തി, 600 കോടിയാക്കി ഉയർത്തി. അനവധി നിരവധി സമ്പന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങനെ മറ്റേ നമ്മുടെ മുതുകാടിന്റെ മാജിക് ബോക്സ് പോലെ എടുക്കുമ്പോൾ അങ്ങനെ പലതായി ഇങ്ങനെ വരികയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കൂടുതൽ മറ്റേ സേവാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ അങ്ങനെ വരികയാണ് ഒന്നിച്ചിട്ട്. ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെന്റിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. ദേശീയ ദുരന്തമാണെങ്കിൽ ആ സ്ഥലം ദേശീയ തീർത്ഥാടന കേന്ദ്രം കൂടിയല്ലേ, അല്ലാതെ എങ്ങനെയാ അത് ദേശീയ ദുരന്തമാവുക? 102 അയ്യപ്പന്മാര് മരിച്ചത് ദേശീയ ദുരന്തമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എങ്കിലത് ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും ആ ബജറ്റിൽ വകയിരുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ആത്മസംതൃപ്തിയോടുകൂടി പോളിംഗ് ബൂത്തിൽ പോവായിരുന്നു. അപ്പൊ നമ്മളും പോവാണ്. ഹിന്ദുവിന്റെ വോട്ടാരും കണക്കാക്കൊന്നുമില്ല, ഉറപ്പാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലേ? കണക്ക് കൂട്ടലുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വിശകലനങ്ങൾ നടക്കുന്നു, വിമർശനങ്ങൾ നടക്കുന്നു, പഠനങ്ങൾ നടക്കുന്നു. എല്ലാ പഠനങ്ങളുടെയും ആകത്തുകയായി മനസ്സിലാക്കിയ ഒരു വസ്തുതയുണ്ട്, ഇടതുപക്ഷം ജയിച്ചു, വലതുപക്ഷം തോറ്റു എന്നാണ്. അല്ല, UDF ജയിച്ചു, LDF തോറ്റു, ഇടതുപക്ഷം തോറ്റു എന്നാണ്. എന്തുകൊണ്ട്? നമ്മുടെ മാധ്യമങ്ങൾക്ക് അല്പം പോലും ആലോചിക്കേണ്ട, എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു? ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഇടതുപക്ഷം തോറ്റു. അപ്പൊ എന്തുകൊണ്ട് UDF ജയിച്ചു? ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തു, അതുകൊണ്ട് ജയിച്ചു.
അപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ ആരും പരിഗണിച്ചിട്ടില്ല. 56% വരുന്ന ഹിന്ദു പോളിംഗ് ബൂത്ത് പോയിട്ടില്ലേ? അവർ വോട്ട് ചെയ്ത് അറബിക്കടലിലല്ലോ കൊണ്ടുപോയിട്ടത്, ബാലറ്റ് ബോക്സിൽ തന്നെയല്ലേ ഇട്ടത്. ആ വോട്ട് എണ്ണിയില്ലേ? ആ വോട്ട് ഇതിൽ ഏതെങ്കിലും കണക്കിൽ വന്നു? ഈ കണക്കിന് ശേഷം വിശകലനങ്ങൾ വന്നു. എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു? ന്യൂനപക്ഷങ്ങൾ അവര് വിശ്വാസം അർപ്പിച്ചില്ല അത്രേ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു എന്നാ പറയണത്. അപ്പൊ ഉടനെ ആ വിമർശനങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷം ഈ അസംബ്ലി ഇലക്ഷന് മുൻപേ തെറ്റ് തിരുത്താൻ തുടങ്ങി. അസംബ്ലി ഇലക്ഷന് മുമ്പ് തെറ്റ് തിരുത്താൻ തുടങ്ങി. 42 സ്കൂളുകളെ കാന്തപുരം ഗ്രൂപ്പിനെ മലബാർ ഭാഗത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് റെക്കഗ്നിഷൻ അനുവദിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യ നടപടികൾ അങ്ങനെ തുടങ്ങി. ഇസ്ലാമിക ബാങ്ക്, ന്യൂനപക്ഷ വകുപ്പ് എന്ന് പറഞ്ഞ അവിടെയും ഉണ്ട് ഒരു മാജിക് ബോക്സ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെതറാൻ വേണ്ടിയിട്ട്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പറ്റിച്ച പോലെ ഞങ്ങളെ പറ്റിക്കല്ലേ, ഞങ്ങളെല്ലാം തരാം അസംബ്ലി തെരഞ്ഞെടുപ്പില്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോരണേ എന്നാണ്. ഇനി ജയിച്ച UDF-ന് ആ ജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഉറപ്പാക്കണം. അതാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാരിക്കോരി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ രണ്ടായാലും സുഖം. ജയിപ്പിച്ചതിന്റെ പേരിൽ UDF എന്ന് കിട്ടും, തോൽപ്പിച്ചതിന്റെ പേരിൽ LDF എന്ന് കിട്ടും. രണ്ടായാലും നമ്മുടെ സ്ഥിതി. പണ്ടൊരു കോഴി പറഞ്ഞു അത്ര, വീട്ടിൽ എവിടുന്ന് വിരുന്ന് വന്നാലും കൂട്ടിക്കിടക്കണം, എന്റെ ജീവന് പോക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അത് ആര് വിരുന്ന് വന്നാലും, അമ്മടോർന്ന് വന്നാലും വേണ്ടില്ല, അച്ഛൻ്റെ ഓർന്ന് വന്നാലും വേണ്ടില്ല, എന്റെ ജീവനാ പോക്കാന്ന്. കാരണം കോഴിയെ കശാപ്പ് ചെയ്തിട്ടാണല്ലോ വിരുന്ന് ഒരുക്കുക. ഇതുപോലെ ആര് ജയിച്ചാലും, ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും ചിത്രത്തിൽ ഹിന്ദു ഇല്ല. ജയിപ്പിച്ചതിലും ഇല്ല, തോൽപ്പിച്ചതിലും ഇല്ല. അതുകൊണ്ട് ആർക്കും പരിഗണിക്കണ്ട, ആർക്കും ഒന്നും നൽകണ്ട, അവകാശങ്ങളെ പറ്റി ചോദിക്കണ്ട, ആനുകൂല്യങ്ങളെ പറ്റി ചിന്തിക്കണ്ട. കാരണം ഇങ്ങനൊരു വിഭാഗം ഇവിടെ ജീവിച്ചു പോകുന്നു എന്ന് പോലും ആർക്കും അറിയണ്ട. അവിടെയാണ് ഏപ്രിൽ 13-ന് നമ്മളും പോവുകയാണ്. ആര് കണക്കാക്കിയാലും ആര് കണക്കാക്കിയില്ലെങ്കിലും നമ്മളും പോവുകയാണ് പോളിംഗ് ബൂത്തിലേക്ക്. പോകുക എന്നുള്ളത് നിയമാനുസൃത ബാധ്യതയായതുകൊണ്ട് നിയമം അനുസരിച്ച് ശീലിച്ച ഹിന്ദുവിന് പോകാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ പോകുമ്പോ എന്ത് ചെയ്യണം? ഇത് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗമല്ല. ഹിന്ദു ഐക്യവേദിക്ക് നേരത്തെ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് രാഷ്ട്രീയമില്ല. ഇത് തെരഞ്ഞെടുപ്പ് പൊതുയോഗമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴും തെരഞ്ഞെടുപ്പിൽ പോയി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോവുകയും വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സമൂഹത്തെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ, അതിര് വിടുമ്പോൾ നമുക്കും ചിലതൊക്കെ ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കാതെ ഇതുവരെ പോകുന്നു. ഇനി ചിലതൊക്കെ ചിന്തിച്ചേ പറ്റൂ എന്നുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ചിന്തിച്ചെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചില മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള, പ്രവചിക്കാനുള്ള കവടി നിരത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ജയിക്കാം എന്നുള്ളതിന് ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. ഏതായാലും ആ നിർദ്ദേശങ്ങളൊക്കെ ഇടതുപക്ഷം വലതുപക്ഷമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. BJP അംഗീകരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ വലതുപക്ഷം ജയിക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ മാത്രമാണ് എന്ന തോന്നൽ മാറ്റണത്രേ. കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ അതിന്റെ സഖ്യകക്ഷികളും ന്യൂനപക്ഷങ്ങളുടെ മാത്രം വലയിലാണ് എന്നുള്ള ഒരു ചീത്തപ്പേരുണ്ട്. അത് മാറ്റിയെടുക്കണമെന്നാണ് മാധ്യമങ്ങൾ UDF-ന് കൊടുത്ത നിർദ്ദേശം. UDF ആ നിർദ്ദേശം ശിരസാവഹിച്ചു. ഹിന്ദുക്കൾക്ക് വേണ്ടിയും അവർ ചിലത് ചെയ്യാൻ തീരുമാനിച്ചു. മാധ്യമങ്ങൾ എഴുതി, ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് UDF നീങ്ങുന്നു, കോൺഗ്രസുകാർ ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നു. അതിനുവേണ്ടി എന്താ ചെയ്തേക്കണെന്നാണ് എല്ലാ മാധ്യമങ്ങളും എഴുതി. എന്താ ചെയ്തേക്കണേ? രമേശ് ചെന്നിത്തലയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെന്നാണ്. ഇവിടുത്തെ ഹിന്ദുവിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി വളരെ ബുദ്ധിമുട്ടി രമേശ് ചെന്നിത്തലയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് സമാധാനമായില്ല, ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം ഹിന്ദുവിന്റെ മുകളിൽ, ഹിന്ദുവിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി, ഹിന്ദുവിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി രമേശ് ചെന്നിത്തല എന്ന സ്ഥാനാർത്ഥിയുടെ പൊയ്മുഖത്തിന് മുന്നിൽ കോൺഗ്രസ് ഒളിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നമുക്ക് വോട്ട് ചെയ്തുകൂടെ? നമുക്ക് വേണ്ടിയല്ലേ രമേശ് ചെന്നിത്തല എന്ന സ്ഥാനാർത്ഥിയെ UDF നിർത്തുന്നത്? KPCC പ്രസിഡന്റുമാര് മത്സരിക്കുന്ന പാരമ്പര്യമില്ലാതെയും KPCC പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയെ മത്സരിപ്പിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് വേണ്ടിയാണ്, അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. ശരി, ഇവിടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകള്, ചില സംശയങ്ങള്, അത് പരിഹരിക്കാതെ നമുക്ക് പോളിംഗ് ബൂത്തിൽ പോവാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിക്കുക, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണിൽ നിന്ന് ചോര ചാടിയിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ്സിൽ അടക്കമിരിക്കുന്ന നമ്മുടെ കുട്ടികളെ ഹിന്ദുവാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പുറങ്കാല് കൊണ്ട് തൊഴിച്ചു മാറ്റിയിട്ട്
മുസ്ലിമും ക്രിസ്ത്യാനിയുമായ കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് 1000 രൂപ വീതം കയ്യിൽ വെച്ച് കൊടുത്തത് മറക്കാൻ ഒരു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ നമുക്ക്? കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ്. നിങ്ങളുടെയും കുട്ടികളെ വിദ്യാലയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് മറക്കാൻ ഒരു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ? എനിക്ക് എന്താ സ്കോളർഷിപ്പ് ഇല്ലാത്ത എന്ന് ചോദിച്ച കുട്ടികളോട്, ദേ മക്കളെ, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇല്ലെങ്കിലും രമേശ് അമ്മാമൻ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എന്ന് അവരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞാൽ മതിയോ? ദശക്കുന്ന അവരുടെ പാത്രങ്ങളിലേക്ക് രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ വെച്ച് കൊടുത്താൽ മതിയോ? പഠിക്കാൻ വഴിയില്ലാതെ കണ്ടവന്റെ, നേരത്തെ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ മക്കളെ പഠിപ്പിക്കാൻ കണ്ടവന്റെ എച്ചില് കഴുകുന്ന അമ്മമാർക്ക് രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ കണ്ടാൽ മോക്ഷം കിട്ടുമോ? ഹിന്ദുവിന് വേണ്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ എന്ന് മാധ്യമങ്ങളൊക്കെ എഴുതുമ്പോ തീർച്ചയായും ഇതിനൊരു പരിഹാരം ഇതുകൊണ്ടാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാം. ഹിന്ദുവിനെ ലക്ഷ്യമാക്കിയാണെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ വിഷയം തീരുമോ? കഴിഞ്ഞില്ല. ഇവിടം കൊണ്ട് മാത്രമല്ല, 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ദൈവത്തെ പോലെ നമ്മൾ കാണുന്ന ഈ പെറ്റമ്മയെ മുറിച്ചതിന്റെ പാപഭാരം കോൺഗ്രസുകാരിൽ നിന്ന് മാറ്റാൻ, അത് മറക്കാൻ ഹിന്ദുവിന് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ? ചിന്തിച്ചു നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ രാജ്യത്തെ, ഇവിടുത്തെ ഹൈന്ദവ സമാജത്തെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന വിധത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് മറക്കാൻ നമുക്കിത് മതിയോ? ഒരുപാട് വേദനയോടുകൂടി നമ്മുടെ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കോടിക്കണക്കിന് രൂപ 1959 മുതൽ 2011 ബഡ്ജറ്റ് വരെ കോടിക്കണക്കിന് രൂപ ഹജ്ജിന് സബ്സിഡിക്ക് മാറ്റിവെക്കുമ്പോഴും അമർനാഥിലേക്ക് പോകുന്ന, കൈലാസത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നത് മറക്കാൻ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ? ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാര് പെടഞ്ഞ് ചത്താലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നത് മറക്കാൻ ഒരു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ നമുക്ക്? ഒരു വിഭാഗത്തിന് മാത്രമല്ല, നമുക്ക് മറ്റേം ചിന്തിച്ചേ പറ്റുള്ളൂ. ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നമുക്കിത് മറക്കാൻ കഴിയൂ? നമുക്കിത് പൊറുക്കാൻ കഴിയൂ? ചിന്തിക്കുക. സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഹൈന്ദവ ധർമ്മം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി യാഗവും യജ്ഞവും നടത്തിയ ഋഷീശ്വരന്മാരുടെ മനസ്സിലുദയം ചെയ്ത ഈ രാഷ്ട്രം, അവരുടെ ചിന്തയിൽ ഉദയം ചെയ്ത ഈ രാഷ്ട്രം, അതിനെ പ്രതിനിധീകരിക്കുന്ന നിറമാണ് കാവി. ആ ഋഷീശ്വരന്മാരുടെ മനസ്സിന്റെ നന്മ, അവരുടെ പ്രാർത്ഥനകളുടെ നന്മ, അത് അത്രയും ഉൾക്കൊള്ളുന്ന കാവി. കഴിഞ്ഞില്ല. ശ്രീരാമചന്ദ്രന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും തേരുകളിൽ പാറിപ്പറന്നിരുന്ന കൊടിയായിരുന്ന കാവി. ഹൈന്ദവ സാമ്രാട്ടുകൾ ലോകത്തിന് മുന്നിൽ ഈ രാഷ്ട്രത്തെ തലയുയർത്തി പിടിപ്പിക്കത്തക്ക വിധത്തിൽ പാറി പറപ്പിച്ചിരുന്ന കാവി. ത്യാഗത്തിന്റെ, സന്മനസിന്റെ എല്ലാം പ്രതീകമായി കണക്കാക്കുന്ന കാവിയെ ഇന്ത്യ ഭരിക്കുന്നു എന്ന ഒരൊറ്റ ധാർഷ്ട്യം കൊണ്ട് ഈ കാവിയെ ഭീകരതയുടെ നിറമായി പ്രഖ്യാപിച്ച കോൺഗ്രസിനെ മറക്കാൻ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം മതിയോ? ഇവിടുത്തെ ഹൈന്ദവ സമാജം ഉറക്ക ചിന്തിക്കുന്ന കാര്യമാണ്. ഈ കാവിയെ ഭീകരതയുടെ നിറമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി 6.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോ മറ്റൊരു ലോകരാജ്യം ചെയ്യാത്ത വിധത്തില്, മറ്റൊരു തീവ്രവാദി സമൂഹം ചെയ്യാത്ത വിധത്തില് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള നോവ് മാറ്റാൻ ഒരാളുടെ സ്ഥാനാർത്ഥിത്വം മതിയോ? ഇനി കഴിഞ്ഞില്ല. ഇടതുപക്ഷവും നമ്മുടെ വോട്ടിന്റെ പുറകെ തന്നെയാണ്. അവർക്കും ഭൂരിപക്ഷത്തിന്റെ വോട്ട് വേണത്രേ. അതുകൊണ്ട് അവർ തത്വത്തിൽ തീരുമാനിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങൾ എഴുതുന്നു. അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരെഴുതുന്നു, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി തത്വത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഹിന്ദു സംഘടനകളുമായി എവിടെയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകരുത്. ഹിന്ദു സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എവിടെയും പ്രശ്നം ഉണ്ടാകരുത്. എന്തിനു വേണ്ടിയാ? ഞങ്ങൾക്ക് ഹിന്ദുവിന്റെ വോട്ട് വേണം. മാധ്യമങ്ങൾ എഴുതുന്നതാ, നമുക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സംഘട്ടനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് സാധിക്കൂ? ഒരു കാവിക്കൊടി ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് സ്വന്തം നെഞ്ചിലെ രക്തം കൊണ്ട് ഈ മണ്ണിൽ അഭിഷേകം നടത്തണം എന്ന അവസ്ഥയുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറക്കാൻ ഈ തൽക്കാലം 1 മാസക്കാലത്ത് അഭിനയം മതിയോ ഞങ്ങൾക്ക്? ഈ കാവിക്കൊടി പിടിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന 100 കണക്കിന് ബലിദാനികളെ ഞങ്ങൾക്ക് മറക്കാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ ഈ 1 മാസക്കാലം നിങ്ങൾ അഭിനയിച്ചാൽ മതിയോ? ചിന്തിച്ചു നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ചുരുങ്ങിയൊരു കേരളത്തിലെങ്കിലും നിശ്ചിത ശതമാനം ഹിന്ദു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ ശ്രമിക്കാത്ത ഇടതുപക്ഷത്തെ മറക്കാൻ ഞങ്ങൾക്ക് ഈ 1 മാസക്കാലത്ത് അഭിനയം മതിയോ?
പോളിംഗ് ബൂത്തിൽ പോകുന്നത് വരെയുള്ള ഈ ഒരു മാസക്കാലത്തെ മുഖം മിനുക്കൽ കൊണ്ട്, ഈ ഒരു മാസക്കാലത്തെ അഭിനയം കൊണ്ട് ഞങ്ങൾ മറക്കുമോ ഇടതുപക്ഷത്തെ ഇത്തരം കാര്യങ്ങൾ? കാരണം ഇവിടെ ഏർപ്പെടുത്താമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് നിശ്ചിത എണ്ണം കേരള സർക്കാരിന് ഏർപ്പെടുത്തിക്കൊണ്ട് ബാലൻസ് ചെയ്ത ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്താമായിരുന്നില്ലേ? മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാങ്ക്, ഇസ്ലാമിക ബാങ്ക് നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ മുതൽ മുടക്കില് തുടങ്ങാൻ ആരംഭിച്ച ഇടതുപക്ഷത്തെ മറക്കാൻ കേവലം ഈ ഒരു മാസക്കാലം നടത്തുന്ന അഭിനയം കൊണ്ട് നമുക്കാകുമോ? പുല്ലുമേട് പെടഞ്ഞു വീണ 102 അയ്യപ്പന്മാരെ കാണാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ മറക്കാൻ ഈ ഒരു മാസക്കാലത്തെ അഭിനയം മതിയോ നമുക്ക്? ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ, അവയെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളാക്കി മാറ്റി വിശ്വാസത്തെ അധപ്പതിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മറക്കാൻ, പൊറുക്കാൻ ഈ ഒരു മാസക്കാലത്ത് അഭിനയം മതിയോ? ഞങ്ങളെന്താ പൊട്ടന്മാരോ? ഇവിടുത്തെ ഹൈന്ദവ സമാജം പൊട്ടന്മാരോ? മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്തവരോ? ഹിന്ദുവിനൊന്നും കൊടുത്തുകൊണ്ടല്ല ഇവരാരും വോട്ട് മേടിക്കുന്നത്, മറിച്ച് അഭിനയിച്ചുകൊണ്ട്, ജാട കാണിച്ചുകൊണ്ട്. ഒരു രമേശ് ചെന്നിത്തല എന്ന പൊയ്മുഖം കാണിച്ച UDF-ഉം തൽക്കാലം സംഘട്ടനം വേണ്ട എന്ന് കാണിച്ചുകൊണ്ട് LDF-ഉം ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന്റെ 56% വരുന്ന ഹൈന്ദവ സമാജത്തിന്റെ വോട്ടിന് വേണ്ടി വരുമ്പോ പൊട്ടന്മാരല്ല എന്ന് നമുക്കൊന്ന് തെളിയിക്കണ്ടേ? നമുക്കില്ലേ ഇവിടുത്തെ ശ്രീമതി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയെ പറ്റിയിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ചില ചിത്രങ്ങളില്ലേ, ചില ആഗ്രഹങ്ങളില്ലേ? നമുക്കും മന്ദബുദ്ധികളല്ലാത്തതുകൊണ്ട് നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ജനിച്ച ഈ മണ്ണിനെ പറ്റിയിട്ട്, ഈ പരശുരാമ ക്ഷേത്രത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾക്കും ചില പ്രതീക്ഷകളില്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കുക, കൊടും തീവ്രവാദിയായ മദനിയെ മോചിപ്പിക്കാൻ വേണ്ടി 140 MLA-മാരും ഒരുമിച്ച് ഒപ്പിട്ട ഒരു നിയമസഭ, ഒരു തീവ്രവാദിക്ക് വേണ്ടി 140 അംഗങ്ങളും ഒരുമിക്കുന്ന ഒരു നിയമസഭ ഇനി ഉണ്ടാകരുത് എന്ന ചിന്ത എന്റെ നിങ്ങളുടെ മനസ്സിലില്ലേ? ഒരു ശബ്ദമെങ്കിലും വേറിട്ട് കേൾക്കണമെന്ന്, തീവ്രവാദിക്കെതിരായ ഒരു ശബ്ദമെങ്കിലും കേരള നിയമസഭയുടെ അകത്തു നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഹിന്ദു ഉണ്ടോ? മാറാട് 8 അരയ സഹോദരന്മാര് പെടഞ്ഞു വീണ് മരിച്ചപ്പോ, 15 പേര് ജീവച്ഛവമായപ്പോ കൊന്നവർക്ക് വേണ്ടി മുറവിളി കൂട്ടിയ കേരള നിയമസഭ അത്തരത്തിൽ 140 MLA-മാരുമായി ഇനി ഉണ്ടാകരുത് എന്ന ചിന്ത നമുക്കില്ലേ? ഗോത്രയിൽ 59 പേരെ ചുട്ടുകൊന്നപ്പം നോവാത്ത കേരള നിയമസഭ, ഗോത്രാനന്തര ഗുജറാത്തിന്റെ പേരിൽ പ്രമേയം പാസാക്കിയ കേരള നിയമസഭ, അങ്ങനെ ഒരു നിയമസഭ ഇനി ഉണ്ടാകരുത് നമുക്ക് മോഹമില്ലേ? 140 പേര് ഒരാളുടെ എതിരഭിപ്രായം ഇല്ലാതെയാണ് ഗുജറാത്തിന്റെ പേരിൽ പ്രമേയം പാസാക്കിയത്. ശ്രീരാമൻ ജനിച്ചു വീണ സ്ഥലത്ത് പള്ളി കെട്ടണമെന്ന് 140 ആളും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഒരു കേരള നിയമസഭ ഇനി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം എന്റെയും നിങ്ങളുടെയും മനസ്സിലില്ലേ? രാമഭക്തരാണെങ്കിൽ അത് വിശ്വാസിക്ക് വിട്ടുകൊടുക്കാതെ വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും 140 ആളും പറഞ്ഞില്ലേ രാമൻ ജനിച്ചു വീണ സ്ഥലത്ത് പള്ളി വേണമെന്ന്? അങ്ങനെ ഒരു കേരള നിയമസഭ ഇനി നമ്മുടെ തലസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന ആഗ്രഹം നമുക്കില്ലേ? ഹിന്ദുവിനെ അല്പം പോലും പരിഗണിക്കാതെ, ഹിന്ദു ഇവിടെ ഇങ്ങനൊരു വിഭാഗം ജീവിക്കുന്നുണ്ട് എന്ന് കരുതാതെ, ഹിന്ദുവിന് വേണ്ടി ഒരിക്കൽ പോലും ഒരു നിയമനിർമ്മാണം നടത്താത്ത ഒരു കേരള നിയമസഭ, ഹിന്ദുവിന് വേണ്ടി ഒരു വാക്കുപോലും പറയാത്തൊരു കേരള നിയമസഭ ഇനി ഉണ്ടാകരുത് എന്ന് ഇവിടുത്തെ ഹിന്ദു ചിന്തിച്ചാൽ അത് വർഗീയത കൊണ്ടല്ല, അത് ഇതുവരെയുള്ള അനുഭവങ്ങൾ അവനെ അത്തരത്തിൽ പ്രേരിപ്പിക്കുകയാണ്. ഇനി ഒരാളെങ്കിലും ഹിന്ദുവിന് വേണ്ടി പറയാൻ ഉണ്ടായേ പറ്റൂ എന്ന് ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായി ഇവിടുത്തെ ഹൈന്ദവ സമാജം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാലം അവനോട് നിങ്ങളൊക്കെ ചെയ്ത നെറുകേടിന്റെ ബാക്കിയാണ്. ആരെങ്കിലും അല്പമൊന്ന് ഹിന്ദുവിനെ മനുഷ്യനായി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഹിന്ദു ഐക്യവേദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനുണ്ടാകുമായിരുന്നില്ല, യാതൊന്നും പറയാനുണ്ടാകുമായിരുന്നില്ല. വന്ന് ഹിന്ദുവിന് വേണ്ടി പറയില്ല, ഹിന്ദുവിന് വേണ്ടി പറയാൻ ആരും ഉണ്ടാകാനും പാടില്ല, ഹിന്ദുവിന് വേണ്ടി പറയാൻ പാടില്ല, ആരും ഉണ്ടാകാനും പാടില്ല. ഹൈന്ദവ സംഘടനകളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാനും ഈ രണ്ട് മുന്നണികളും തയ്യാറാകുന്നു. നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഹൈന്ദവ സംഘടനകളെ ഇല്ലാതാക്കാൻ നോക്കുന്നതെങ്കിൽ കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി ഒളിയുദ്ധത്തിലൂടെ ഈ സംഘടനകളെ ഇല്ലാതാക്കിയതിന്റെ പാപഭാരം ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരന്റെയും കയ്യിലുണ്ട്. നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുന്ന അതേ കോൺഗ്രസ്സുകാരൻ, സംശയിക്കണ്ട, നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുന്ന, തെരഞ്ഞെടുപ്പ് കാലമായാല് എത്രയായാലും നമ്മളൊന്നല്ലേ മറ്റോമാര് പോണ്ട എന്ന് ചെവി കടിക്കുന്ന അതേ കോൺഗ്രസ്സുകാര് കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായിട്ട് ഒളിഞ്ഞ് ഹൈന്ദവ സംഘടനകളെ ഇല്ലാതാക്കാൻ നോക്കിയതിന്റെ നീണ്ട ചരിത്രം നമ്മുടെ മനസ്സിലുണ്ട്. അതിന്റെ പരിസമാപ്തിയിലാണ് ഏറ്റവും അവസാനം നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് പരംവൈഭവം നേതു മേതച്ഛരാഷ്ട്രം എന്ന് പരമപവിത്ര ഭഗവദ്ധ്വജത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാനും ജീവൻ വെടിയാനും തയ്യാറാകുന്ന കോടിക്കണക്കിന് സ്വയം സേവകരെ സൃഷ്ടിച്ചെടുക്കുന്ന RSSനെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ വരെ
ഇവിടുത്തെ കോൺഗ്രസുകാരൻ വളർന്നു എന്ന് പറഞ്ഞാല് അവർക്ക് ആവശ്യമുണ്ടോ ഇവിടുത്തെ ഹിന്ദു വോട്ട്? അവര് പരിഗണിക്കുന്നുണ്ടോ ഇവിടുത്തെ ഹിന്ദുവിനെ? ഇന്ത്യയിൽ ജനിക്കാത്ത, ഇന്ത്യയെ അറിയാത്ത സോണിയയ്ക്കും മന്ദബുദ്ധിയായ രാഹുലിനും ഒക്കെ എന്തും വിളിച്ചു പറയാം. ഇവിടുത്തെ കോൺഗ്രസുകാരന് ഈ നാടറിയില്ലേ? രാഹുലിന് പപ്പടവട പൊട്ടിച്ച് തിന്നാനേ അറിയുള്ളൂ. അതാണ് രാഷ്ട്രീയം. അതിന്റെ അപ്പുറം ഒന്നും പറഞ്ഞത്. ഞങ്ങളൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ ശാഠ്യം പിടിക്കാതിരിക്കാൻ അടുക്കളയിൽ തിരക്കുണ്ടെങ്കിൽ എന്തേലും പലഹാരമൊക്കെ മുമ്പിൽ വെച്ച് കൊടുത്താൽ കുറച്ചു നേരം അഴുമ കടിപിടി കൂടി നിന്നോളൂ. ഇതുപോലെ ഒരു 10 പപ്പടവട ഉണ്ടാക്കി വരുത്തി കൊണ്ടുവച്ചാൽ പിന്നെ ഭീകരവാദവും പ്രശ്നമല്ല, രാത്രി ഒരു ദിവസം പ്രശ്നമില്ല, അതും കടിച്ചു പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇരുന്നോളും. അപ്പോ അത്തരം മന്ദബുദ്ധികൾ പറയുന്നതിന് നമുക്ക് വില കൊടുക്കണ്ട. പക്ഷെ ചിന്തിക്കുക, ഈ നാടിനെ അറിയുന്ന കോൺഗ്രസുകാര്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അതിന്റെയൊക്കെ പാരമ്പര്യം പേറുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? 8.5 പതിറ്റാണ്ടിന്റെ സേവന ദൗത്യവുമായിട്ട് രാഷ്ട്ര ഭക്തി പഠിപ്പിച്ചുകൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനത്തെ ഭീകരവാദികളായി ചിത്രീകരിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായമുണ്ട്. അത്ര വരെ കടന്നുപോയി. എന്നിട്ട് ഹിന്ദുവിന്റെ വോട്ടിനൊരു രമേശ് ചെന്നിത്തലയുടെ പൊയ്ക്കോലവുമായിട്ട് ഹൈന്ദവ സമാജത്തിന് മുന്നിൽ വരാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു? നമ്മൾ ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദുവിന് നിർണായകമാണ്. കാരണം ജനാധിപത്യത്തിൽ ആയുധം വോട്ടാണ്. ഏപ്രിൽ 13 കഴിഞ്ഞിട്ട് ഹിന്ദു വികാരം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഇവിടുത്തെ 99% ഹിന്ദുവിനും ഉണ്ടാവുന്നുണ്ട്. 99% ഹിന്ദുവിനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരും. നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ, മറ്റവരോട് എന്താ എങ്ങനെ? ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. കൊച്ചി മേയറാവാൻ കഴിയാഞ്ഞപ്പോ വേണുഗോപാലൻ പറഞ്ഞില്ലേ ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ്. കോൺഗ്രസ്സുകാരനായ വേണുഗോപാലൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ്. എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ വികാരം ഉണ്ടായിട്ടെന്ത് കാര്യം? 13 കഴിഞ്ഞ് അറയടച്ച് പഴയ അടവ് കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യാൻ കഴിയുന്നത് 13 ഹിന്ദുവിനും വിചാരമുണ്ട്, വികാരമുണ്ട് എന്ന് തെളിയിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. ഇത്തരം കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആയുധം വോട്ടാണ്. ഇവിടെ ഹിന്ദുവിനെ അവഗണിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങള് ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന്. ഇവിടെ ഹിന്ദുവിന്റെ ഉള്ളിൽ ഊറുന്ന വികാരം, അവന്റെ വേദന ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഹിന്ദു എന്നും കരഞ്ഞുകൊണ്ടിരിക്കില്ല. നിങ്ങൾക്ക് ഉദാഹരണം നോക്കാം. ദീർഘകാലം സ്വേച്ഛാധിപതികൾ അടക്കി ഭരിച്ച ഈജിപ്തില്, ടുണീഷ്യയില്, ഇന്ന് ലിബിയയില്, നാളെ ബഹ്റിനില് അടിച്ചമർത്തപ്പെട്ട അവിടുത്തെ ബഹുഭൂരിപക്ഷം ഒരു നേതാവിന്റെ പോലും പിന്തുണയില്ലാതെ, ഒരു നേതാവിന്റെ പോലും സാന്നിധ്യമില്ലാതെ ഭരണകൂടങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചെങ്കില് ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിനും അത് സാധ്യമല്ലാത്തതല്ല. ഏറെക്കാലം അടിച്ചമർത്തിയാൽ, ഏറെക്കാലം ചവിട്ടി താഴ്ത്തിയാൽ സംശയിക്കേണ്ട, ഹിന്ദു ഉണരും. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല? അത് പപ്പടവട പൊട്ടിക്കുന്ന രാഹുൽ ഗാന്ധി അല്ല ചിന്തിക്കേണ്ടത്. അത് ഇന്ത്യയിൽ ജനിക്കാത്ത സോണിയല്ല ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഈജിപ്തിൽ നടന്നതുപോലെ, ടുണീഷ്യയിൽ നടന്നതുപോലെ, ലിബിയയിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ യമനിൽ നടക്കുന്നത് പോലുള്ള ഒരു ശ്രമം ഇവിടെ അവഗണിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്ന് ഭരണകൂടങ്ങൾക്കെതിരായി എന്തുകൊണ്ട് ഉയരുന്നില്ല? അവിടെയാണ് നിങ്ങൾ ആക്ഷേപിച്ച് നിങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സാന്നിധ്യം. അവര് പഠിപ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരിയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിനെതിരായി ചിന്തിക്കാതിരിക്കാൻ, ഈ രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ നമ്മളിലേക്ക് പകർന്നു തന്ന ഊർജമില്ലായിരുന്നെങ്കിൽ ഈജിപ്തിനോളമോ ടുണീഷ്യയോളമോ ഒന്നും സമയം ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം നടക്കാനോ, ഇന്ത്യയിൽ ഒരു ഭരണഘടനാ മാറ്റത്തിനോ അതിന്റെ 10 സമയം പോലും വേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ എന്ത് പ്രശ്നങ്ങൾ അനുഭവിച്ചാലും രാഷ്ട്രമാണ് വലുത്, രാജ്യം അമ്മയാണ്. അതുകൊണ്ട് ഇതിനെ നോവിപ്പിക്കാത്ത വിധത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയൂ. അതൊരു ദൗർബല്യമായി ആരും കരുതരുത്, അതൊരു ഭീരുത്വമായി ആരും കരുതരുത്. അത് രാജ്യസ്നേഹം കൊണ്ടാണ്. പക്ഷെ വന്ന് എല്ലാ അതിർത്തിയും വിട്ടിട്ട് ആ സംഘടനയെ വരെ ഭീകരവാദിയായി മുദ്ര കുത്തുമ്പോൾ എനിക്കും നിങ്ങൾക്കും തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരത്തിന് പേരെന്ത്? വിഷമം എന്നാണോ, പ്രതികാരം എന്നാണോ, പക എന്നാണോ? അറിയില്ല നമുക്ക്. ആ വികാരത്തിന് എന്ത് പേരിടണം? എന്തുകൊണ്ട്? എനിക്കും നിങ്ങൾക്കും മുൻപ് ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവത്തിന് വേണ്ടി കുടുംബസുഖം ഉപേക്ഷിച്ച്, ജീവിത സുഖങ്ങൾ ഉപേക്ഷിച്ച്, രാഷ്ട്ര പ്രവർത്തനത്തിന്റെ, രാഷ്ട്ര സേവനത്തിന്റെ അൾത്താരയിൽ സ്വന്തം ജീവൻ ഹോമിക്കാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് മുന്നേ കടന്നുപോയ 10,000-കണക്കിന് സ്വയം സേവകന്മാരുടെ മനസ്സിലെ ചിന്ത, ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവം, ആ നമുക്ക് മുന്നേ കടന്നുപോയ 10,000-ങ്ങളെ അപമാനിക്കുന്ന വിധത്തിൽ കാവിയെ ഭീകരന്മാരാക്കിയിട്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഭീകര സംഘടനയാക്കിയിട്ട് മുദ്ര കുത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് വിഷമാണോ?
പകയാണോ, പ്രതികാരമാണോ, വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്നുവെങ്കിൽ കാര്യങ്ങൾ അറിയാതെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കുന്ന രാഷ്ട്രീയക്കാരനത് ചേരുമായിരിക്കാം, ഭരണകർത്താക്കൾക്ക് അത് ചേരുമോ? ഇന്നൊരു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം കാട്ടിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് മുന്നിൽ വരുമ്പോൾ വീണ്ടും ചോദിക്കട്ടെ, ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയെ മറക്കാൻ നമുക്ക് ഈ ഒരു സ്ഥാനാർത്ഥിയെ മതിയോ? ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണ്, ഇന്ത്യൻ പാർലമെന്റിലാണ് പ്രസ്താവിച്ചത്. പിന്നെ നമ്മളെന്താ സർവാണികളോ? അതോ എച്ചിലക്ക് കടിപിടി കൂടുന്നത്? ഇവിടുത്തെ ബാക്കി സമൂഹങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റിലാണ്. നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഒരു പ്രധാനമന്ത്രി പ്രസ്താവിക്കുക, ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരാലും എത്ര കാലം അവഗണിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നമുക്കും ജീവിക്കണ്ടേ? നമ്മുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണ്ടേ? നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും നമുക്ക് നടത്താൻ സൗകര്യമില്ലാത്ത വിധത്തില് ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഹൈന്ദവ സമാജത്തിന് നൽകാതെ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ പുല്ലുമേട് അയ്യപ്പന്മാർ ഇത് മറ്റൊരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ആനുകൂല്യം വീട്ടിലെത്തുമായിരുന്നില്ലേ? ഇത് ഹിന്ദുക്കളായതുകൊണ്ടല്ലേ ഈ 2 മാസം കഴിഞ്ഞിട്ടും ഒരു നയാ പൈസ പോലും കൊടുക്കാത്തത്? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുവോ? ഇല്ല. ശബരിമലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പുല്ലുമേട് ഇൻഷുറൻസ് പരിധി പെടില്ല. അത്രേ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി കോടികൾ കൊണ്ടുപോകുന്നു ശബരിമലയിൽ നിന്ന്, ദേവസ്വം ബോർഡിൽ നിന്ന്. എന്തിന്? ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഭക്തരുടെ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അവിടെ നിന്ന് കോടികൾ കൊണ്ടുപോകുന്നു. ഒരു നയാ പൈസ കൊടുക്കാൻ അവർക്ക് ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സമാജം ഒന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ബാക്കി എന്നുള്ളത് ചിന്തിച്ചു നോക്കും. നമ്മള് കോടിക്കണക്കിന് രൂപ അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് ഈ അയ്യപ്പന്മാരുടെ കുടുംബത്തിന് ഒന്നും കൊടുക്കാൻ അവർക്ക് ബാധ്യതയില്ല, യാതൊന്നും. കഴിഞ്ഞ വർഷം കണമലയിൽ ബസ് അപകടം ഉണ്ടായി, അവിടെയും കൊടുത്തില്ല, കാരണം അതും പെടില്ല. അത്ര എരുമേലിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള വഴിയിലാണ് കണമല, അവിടെയും ഇൻഷുറൻസ് പരിധി പെടില്ല. ഈ ചാകനെ ഇൻഷുറൻസ് പരിധി എവിടെയാ നോക്കി പോയി ചാകണമെന്നുണ്ട്, ലേശം ബുദ്ധിമുട്ടാണല്ലോ. എവിടേക്ക് അവരുടെ പരിധി വരച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയില്ലല്ലോ നമുക്ക്. അവിടെ പോയി ചത്താലേ കിട്ടൂ എന്ന് പറഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടായി. നമ്മളൊക്കെ പലതരം ഇൻഷുറൻസിൽ പെടുന്നുണ്ട്. വിവരം ആദ്യം എഴുതി മേടിക്കുക, എവിടെ പോയി ചത്താല കാശ് കിട്ടുക എന്നുള്ള വിവരം ആദ്യം എഴുതി മേടിച്ചിട്ട് മതി ഇത്തരം കോലാഹലങ്ങൾക്ക് പോകണമെന്ന് ചിന്തിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ പറ്റില്ല. ഇരട്ടത്താപ്പ് ഇത് മറ്റൊരു സമാജത്തോടാണെങ്കിൽ വീട്ടിലെത്തിച്ചിരിക്കും, ഒരു ദിവസം പോലും വൈകാതെ വീട്ടിലെത്തിച്ചിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ നോക്കാം നമ്മളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ. എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാവുന്നത്, നമുക്കൊരു 1.5 മാസം മുമ്പ് ഇവിടെ ഒരു വെടിക്കെട്ട പടക്കശാലയുടെ അപകടം നടന്നു. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ആളുകൾ മരിച്ചു, ഏതാനും പേർക്ക് പരിക്ക് പറ്റി, അതിന്റെ ഉടമസ്ഥനടക്കം പരിക്ക് പറ്റി. അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളതൊരു സാങ്കേതികത്വം. ആ ലൈസൻസ് ഇല്ല എന്ന സാങ്കേതികത്വം പറഞ്ഞ് പരിക്കു പറ്റിയ അപകടത്തിൽ പരിക്കു പറ്റിയവർക്ക് കൊടുക്കുന്ന ധനസഹായം പടക്കക്കട ഉടമയ്ക്കില്ല എന്ന് സർക്കാർ പറഞ്ഞു. പടക്കക്കട ഉടമയ്ക്കില്ല, കാരണം അദ്ദേഹം നിയമം തെറ്റിച്ച വ്യക്തിയാണ്. ലൈസൻസ് ഇല്ലാതെ പടക്കക്കട നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് സഹായമില്ല എന്ന് നമ്മൾ പത്രത്തിൽ കണ്ടു. ആ ലൈസൻസ് ഇല്ലാത്ത ആളുടെ പടക്കമാണ് മായന്നൂര് പാലത്തിന് പൊട്ടിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും കയറി ഇറങ്ങി അതിന് ലൈസൻസ് ഉണ്ടോന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ അദ്ദേഹം അവിടെ ഭീകരപ്രവർത്തനം അല്ല നടത്തിയിട്ടുണ്ട്. കുറെ കുടുംബത്തിന് കഞ്ഞി കുടിക്കാനും കുറെ ഉത്സവ പറമ്പുകൾക്ക് മിഴിവേകാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാശില്ല. ശരി, അതായിരിക്കാം നിയമം. അദ്ദേഹം പ്രതിയായതുകൊണ്ട് അദ്ദേഹത്തിന് കാശില്ല, അതായിരിക്കാം നിയമം എന്ന് സമാധാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. മാറാട് കടപ്പുറത്ത് കൂട്ടക്കൊല നടത്താൻ വേണ്ടി വന്ന തീവ്രവാദികളിൽ ഒരാളായിരുന്നു അസ്കർ. അവൻ കൂട്ടാളികളുടെ വെട്ടേറ്റ് മരിച്ചു, അല്ലാതെ മരിച്ചവരുടെ വെട്ടല്ല. കൊലപാതകികൾ തന്നെ അവനെ ആള് മാറി ഇരുട്ടത്താ കൊന്നത്. കൊല്ലാൻ വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, പരപ്പനങ്ങാടിക്കാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലാൻ വന്നവരുടെ വാളിനിരയായി. 5 മാസക്കാലം ഹൈന്ദവ സംഘടനകൾ സഹന സമരം നടത്തിയിട്ടാണ് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുക്കാൻ തയ്യാറായത്. ഹിന്ദു സംഘടനകൾ സമരം ചെയ്ത് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോൾ ഈ മുസ്ലിം തീവ്രവാദിക്ക്, ആ മാറാട് കടപ്പുറത്ത് അരയരെ കൊല്ലാൻ വേണ്ടി മാത്രം വന്ന മുസ്ലിം ഭീകരവാദിക്ക് കേരള സർക്കാർ 10 ലക്ഷം രൂപ കളക്ടറെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ഇരട്ടത്താപ്പ്? ഇവിടെ പ്രതിയാണ്, അതുകൊണ്ട് സഹായം ഇല്ല എന്നാ പറഞ്ഞത്. അവിടെ പ്രതിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് 10 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. ആ 10 ലക്ഷത്തിന് സമരം ചെയ്ത് ഹിന്ദു സംഘടനകൾ കൊലയാളിക്ക് വേണ്ടി കൂടിയായിരുന്നു നമ്മൾ സമരം ചെയ്തത്.
കൊന്നവന് കൂടി ആ പൈസ കൊണ്ടുപോയി കൊടുത്തു. ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൊന്നവന് പൈസ കൊടുത്തു. ഇതേപോലെ ഒരു NDF-കാരനെ, കൊലയാളിയായ ഒരു NDF-കാരൻ, അവൻ മറ്റു പല കേസുകളിലും പ്രതിയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ കൺവീനറായിരുന്ന അശ്വിനി കുമാരനെയൊക്കെ വധിച്ച കേസിലെ പ്രതി, അവൻ മറ്റൊരു സന്ദർഭത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവന്റെ വീട്ടിൽ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് പൈസ കൊണ്ട് കൊടുത്തത്, സഹായധനം. മറ്റാരുമല്ല, മുഖ്യമന്ത്രിയാണ് കേസുകളിലെ പ്രതി. അദ്ദേഹത്തിന്റെ വീട്ടിൽ സഹായധനം കൊണ്ട് കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ നാട്ടിൽ ഹിന്ദു ആരാ? ഗൗരവമായി ചിന്തിക്കണ്ടേ? കോഴിക്കോട് ഒരു മൈതാനം ഉണ്ടല്ലോ, മുതലക്കുളം മൈതാനം. അവിടെ മുതലില്ല, കുളമില്ല, പക്ഷെ പേര് മുതലക്കുളം മൈതാനം എന്നാ. ഇതുപോലെ ആവുമോ നാളെ ഹിന്ദുസ്ഥാനം? ഹിന്ദു ഇല്ല, അല്ല ഹിന്ദുവിന്റെ ഒരു സ്ഥാനം ഇല്ലാത്ത നാടിനെ ഹിന്ദുസ്ഥാനം എന്ന് പറയേണ്ടി വരുമോ? മുതലക്കുളം പോലെ ഒരു പേരിൽ മാത്രം അവശേഷിക്കുക നമ്മള്. ഇതൊക്കെയാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരേ മനസ്സായി നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങള്. ആർക്കും എതിരെയല്ല, ഹൈന്ദവ സംഘടനകൾ ആർക്കും എതിരെ പടപ്പുറപ്പാടില്ല. അത് നമ്മുടെ രീതിയല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ സമാജത്തിന് ആർക്കെതിരെയും യുദ്ധകാഹളം മുഴക്കണ്ട. ആരും നമ്മുടെ ശത്രുക്കളല്ല. പക്ഷെ ജീവിക്കാൻ നമ്മൾ എവിടെ പോകും? ഇങ്ങനെ ഓരോന്നിനും ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ, കൊച്ചു കുട്ടികൾക്കുള്ള സഹായധനം മുതൽക്ക് അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളിലും ഹിന്ദുവിന് 2 എന്ന് കാണുമ്പോൾ എവിടെ പോകും നമ്മൾ നീതി തേടിക്കൊണ്ട്? ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് എരുമേലി എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ട. എരുമേലിയിലെ നൈനാര് പള്ളി, വാവൂര് പള്ളി അല്ല കേട്ടോ, നൈനാര് പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും നേരും കടയിട്ടിട്ടാ കിടക്കുന്നത്. ഈ 2 നൈനാര് പള്ളിക്കുമുണ്ട്, എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും ഉണ്ട് എരുമേലി ടൗണിൽ കെട്ടിടങ്ങൾ. 2 ഉണ്ട് കെട്ടിടങ്ങൾ. എരുമേലി പള്ളി കെട്ടിടമുണ്ട്, ക്ഷേത്രത്തിന്റെ കെട്ടിടമുണ്ട്. കച്ചവടത്തിന് പറ്റുന്ന കെട്ടിടങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും എരുമേലി ഭാഗത്ത് പോയി കച്ചവടം നടത്താൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തില് കച്ചവടം നടത്താവൂ. ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ പാതിരിയെ പോലെ ഞാൻ വർഗീയത പറയൊന്നുമല്ല. നിങ്ങൾ ആരും പള്ളി കെട്ടിടത്തിൽ വാടകയ്ക്ക് പോകരുത്. എരുമേലി ശാസ്താക്ഷേത്രത്തിലെ വാടകയ്ക്ക് പോകാവൂ. വർഗീയതയല്ല. അങ്ങനത്തെ പറഞ്ഞാൽ ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ സൗകര്യം കരുതിയിട്ടാ പറയണത്. കാരണം ശാസ്താക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലെ ഇപ്പോഴും വാടക 120 രൂപയ്ക്ക്, അത്ര 100 രൂപയും 120 രൂപയാണ്. അതേസമയം പള്ളി കെട്ടിടത്തിൽ 5000, 6000, 4000 തരം പോലെ ഉണ്ട്. എന്തുകൊണ്ട്? ശാസ്താക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിക്ക് മുമ്പേയും കയറിക്കൂടി ആളെ വാടകക്കാരെ ഇറക്കി വിടാൻ യാതൊരു പാകമില്ല. കാരണം അവിടെ ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകമാണ്. ക്ഷേത്രത്തിന്റെ പീഡിക മുറികൾക്ക്, കെട്ടിടങ്ങൾക്ക് വാടക നിയന്ത്രണ നിയമം ബാധകമാണ്. ഒരുത്തൻ ഇറങ്ങി പൂല്ല പറഞ്ഞാൽ പോവില്ല തന്നെ. 100 ഉറുപ്പ്യ കൊടുത്തിട്ട് അവൻ ആജീവനാന്ത ഇരിക്കും, അവന്റെ മക്കൾക്കും കൊടുക്കും. ക്ഷേത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകമാണ്. പക്ഷെ പള്ളി കെട്ടിടത്തിന് ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകല്ല. ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞാൽ നാളെ രാവിലേക്ക് കടയാൻ ഒഴിഞ്ഞു കൊടുത്തോളണം. അതുകൊണ്ട് ഏത് വാടകയ്ക്കും അവിടെ അവർക്ക് മേടിക്കാം. പള്ളി കെട്ടിടത്തിന് വാടക നിയന്ത്രണ നിയമം ബാധകമല്ല. ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിന് വാടക നിയന്ത്രണ നിയമം ബാധകമാണ്. ഇതാണ് നമ്മുടെ കേളിയും കേൾപ്പോരും കേട്ട മതേതരത്വം. ഒരേ ഊരിൽ 2 വിളമ്പ്, അല്ല ഒരേ പന്തിയിൽ 2 വിളമ്പ് പാടില്ല എന്ന് പറയുന്നത്. ശരിക്കും റോഡിന്റെ അപ്പുറോ ഇപ്പുറോ 2 വിളമ്പാരാ നടത്തുന്നത്? ഇവിടുത്തെ നിയമങ്ങൾ നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്തോളാനാണ് കേരള ഗവൺമെന്റ് പറഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്തോളാന്. പത്മനാഭസ്വാമിയുടെയാണ് തിരുവിതാംകൂർ. പത്മനാഭസ്വാമിയുടെ, മഹാരാജാവിന്റെ പോലുമല്ല. മഹാരാജാവ് 1751 തൃപ്പടിദാനം നടത്തിയതാണ്. താൻ നേടിയതും തനിക്ക് കൈവന്നതുമായ ഭൂമി അത്രയും പത്മനാഭസ്വാമിയുടെ തൃപ്പടികൾ വെച്ച് ഭക്തദാസനായിട്ട്, പത്മനാഭദാസനായിട്ടാണ് രാജാവ് പോലും നാട് വാഴുന്നത്. രാജാവിന്റെ അല്ല, പത്മനാഭന്റെ മണ്ണാണ് തിരുവിതാംകൂർ. ആ പത്മനാഭനെയാണ് ഇപ്പൊ ഒന്നിച്ച് ജപ്തി ചെയ്തോളാൻ പറഞ്ഞേക്കുന്നത്. സർക്കാർ ഏറ്റെടുക്കണം. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ പൊതുമുതലാണ്. മഹാരാജാവിൻ്റെതായതുകൊണ്ട് അത് പൊതുമുതലാണ്, സർക്കാരിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതേ മഹാരാജാക്കന്മാർ അളന്നു കൊടുത്ത ഭൂമിയിൽ അവിടെ ആയിരക്കണക്കിന് പള്ളികൾ നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളും മഠങ്ങളും തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിൽക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ നിൽക്കുന്നത് ഇതേ തിരുവിതാംകൂർ രാജാക്കന്മാർ അളന്ന് കൽപ്പിച്ചു കൊടുത്ത് ദാനം കൊടുത്ത മണ്ണിലാണ്. രാജാവിന് അവകാശമില്ല. ഞാൻ ക്ഷേത്രമൊക്കെ സർക്കാരിലേക്ക് പെടണമെങ്കിൽ രാജാവ് എഴുതി കൊടുത്ത പള്ളികളും പെടണ്ടേ സർക്കാരിലേക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിക്കുമ്പോൾ ആ ഭരണത്തിന്റെ മുതൽ കൊണ്ടുണ്ടാക്കിയ പള്ളികൾ ഇവിടെ ഉണ്ട്. ഈ രാജാക്കന്മാർ ഇത് ഭരിച്ച കാശ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് സർക്കാരി പഠനം ഒരു വാദഗതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച പൈസ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതിലവർക്ക് ആയിരക്കണക്കിന് ഏക്കർ മുതലുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആ മുതലൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ലയിക്കേണ്ടതായിരുന്നില്ലേ?
രാജാവിന്റെ മുതലൊക്കെ സംസ്ഥാന ഗവൺമെന്റിൽ ലയിക്കണമെങ്കിൽ, ഗവൺമെന്റുകളിലേക്ക് ലയിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ആ സമയം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇത്തരം മതപരമായ മുതലുകളൊക്കെ ഇന്ത്യ ഗവൺമെന്റിൽ ലയിക്കേണ്ടതായിരുന്നില്ലേ? ലയിച്ചോ? കേരള സർക്കാരിനേക്കാൾ ആസ്തിയുണ്ട് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക്. ആ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ തന്നെ കൈവശമാക്കിയതാ. ഒന്നും ജപ്തി ചെയ്യാൻ ഒരു കോടതിയും പറയില്ല. പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്യാൻ മാത്രമേ നോട്ടീസ് വരുള്ളൂ. പത്മനാഭസ്വാമിയെ ഉടലോടെ കൊണ്ടുപോയിക്കോളാനാ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട്? കോടതിക്ക് തെറ്റുപറ്റില്ല. അങ്ങനെ വിശ്വസിക്കാനാ എനിക്ക് നിങ്ങൾക്കും ഇഷ്ടം. ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ കോടതിക്ക് തെറ്റുപറ്റില്ല. അപ്പൊ തെറ്റുപറ്റിയത് എവിടെ? കോടതി നിയമത്തെയാണ് വ്യാഖ്യാനിച്ചതെങ്കിൽ തെറ്റുപറ്റിയത് നിയമങ്ങൾക്കാണ്. നിയമം ആരുടേതാണ്? ഇതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. നിയമം ആരുടേതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് നിയമം ആരുടേതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ do hereby adopt and give to ourselves this constitution എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. We the people of India, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ. We the Muslims of India എന്നല്ല, we the Christians of India എന്നല്ല, we the Hindus of India എന്നല്ല, we the people of India. ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ഭരണഘടനയുടെ സൃഷ്ടികർത്താക്കളെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ഭരണഘടനയുടെ ഉത്തരവാദികളെങ്കിൽ, എനിക്കും നിങ്ങൾക്കും എതിരായ, നമ്മുടെ ദേവീ ദേവന്മാർക്കെതിരായ നിയമങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് നമ്മളല്ലേ? നിയമം തിരുത്താൻ കഴിയുന്നതാണ് എവിടെ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമനിർമ്മാണ സഭകളിൽ നമ്മുടെ ശബ്ദം മുഴങ്ങണം. ആ ആവശ്യങ്ങൾ അവിടെ എത്തണം. അത് എത്താത്തിടത്തോളം കാലം ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആ പാപഭാരവും നമ്മൾ പേറുകയാണ്. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയാണ് ഹജ്ജാജിക്ക് സബ്സിഡി കൊടുക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ ഭരണഘടനയുടെ പുറത്താണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അന്യായമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ച ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശം മുറിച്ച് മലപ്പുറം എന്ന ജില്ല ഉണ്ടാക്കി കൊടുത്തത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ച ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ LP വിദ്യാലയങ്ങളിൽ അറബിക് അധ്യാപകരെ വെക്കാമെന്ന് കേരള ഭരണകൂടത്തിന് തീരുമാനമെടുക്കാൻ സാധിച്ചത്. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ച ഈ ഭരണഘടന വെച്ചുകൊണ്ടാണ് ഇവിടെ എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ മറ്റു പലർക്കും വെച്ചു കൊടുക്കുന്നത്. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മൾ അംഗീകരിച്ച ഭരണഘടനയുടെ പുറത്താണ് ഇപ്പോ പാസ്സായ ബജറ്റില് ഇവിടുത്തെ മദ്രസ അധ്യാപകർക്ക് 6000 12,000 രൂപ സർക്കാർ ശമ്പളം കൊടുക്കാം എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അപ്പോ ആ വിയിൽ നമ്മൾ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ പേരിലാണ് ഇവിടെ അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ, ഇതൊക്കെ നമ്മുടെ പേരിലാണ് നിയമം പാസ്സാക്കപ്പെടുന്നതെങ്കിൽ, നിയമം പാസ്സാക്കുന്നത് ഇവിടുത്തെ ഒരു വ്യക്തിയുടെയും പേരിലല്ല, നിയമം പാസ്സാക്കുന്നത് നമ്മുടെ പേരിലാണെങ്കിൽ നമുക്കതിന് ഉത്തരവാദിത്വം ഉണ്ടോ? മാറ്റാനുള്ള കഴിവ് നമുക്കില്ലേ? മാറ്റാൻ വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്നവരെ സങ്കുചിതമായ മതരാഷ്ട്രീയത്തിൽപ്പെട്ട് നട്ടം തിരിയുമ്പോ അവരെ തിരുത്തണ്ടേ? അവരെ തിരുത്തണ്ടേ? MM ഹസന് സീറ്റ് നിഷേധിച്ചാൽ MM ഹസൻ മുസ്ലിം ആയതുകൊണ്ടാണ്. കോൺഗ്രസിലെ മുസ്ലിം വിഭാഗം ഉടനെ കൂടുന്നു. ഹസൻ എന്തുകൊണ്ട് സീറ്റ് നിഷേധിച്ചു? ഹസൻ മുസ്ലിം ആയതുകൊണ്ട്. പാലക്കാട് AV ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചത് എന്തുകൊണ്ടാ? കോൺഗ്രസിലെ ഹിന്ദു വിഭാഗം കൂടില്ലല്ലോ, അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ടാണെന്ന് പറയില്ലല്ലോ. ഹസന് സീറ്റ് നിഷേധിച്ചാൽ മുസ്ലിം ആയതുകൊണ്ട്, ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചാൽ അത് ഗ്രൂപ്പ് വഴക്ക്. അവിടെ ഹിന്ദു എന്ന് ചിന്തിക്കേണ്ട വിഷയമില്ല. നേരെ മറിച്ച് ക്രിസ്ത്യാനിക്ക് മുസൽമാൻ ഇതേ സഭകളെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ, എനിക്ക് 1.5 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് സർവ്വ മെത്രാന്മാരും റോട്ടിലാ. KPCC ഒന്നും വേണ്ട. ഇപ്പൊ KPCCക്ക് ഓഫീസൊന്നും വേണ്ട, ബിഷപ്പ് ഹൗസിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. മെത്രാന്മാരാ റോട്ടിലിറങ്ങി എത്ര സീറ്റ് വേണം, ആരൊക്കെ വേണം എന്നൊക്കെ പറയുന്ന മെത്രാന്മാരാ. ഇതിനെയാണ് നമുക്ക് ജനാധിപത്യം എന്ന് പറയേണ്ടത്? ചിന്തിച്ചു നോക്കാം നമ്മള്. ഒരു ജയാഡോളി എന്നൊരു ക്രിസ്ത്യാനിക്ക് കാട്ടാക്കടയിൽ എങ്ങാണ്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടത്ര യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്. യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവാരാ? മതേതരനായ രാഹുൽ ഗാന്ധിയാണ്. എന്താ അച്ഛൻ മറ്റേ മതം, അമ്മ ഇന്നേ മതം, ഭാര്യ മറ്റേ മതം, നാട്ടുകാർ അന്നേ മതം, എനിക്ക് ഇന്നേ മതം എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ പോസ്റ്റർ വെട്ടിച്ച രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങേ തലക്കെത്തിരിക്കുന്നത്. പക്ഷെ ജയാഡോളിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞതും ജയാഡോളി പറഞ്ഞ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. രമേശ് ചെന്നിത്തലയില് 37 നോക്കിയപ്പോൾ RSSന്റെ മുഖാത്ര രമേശ് ചെന്നിത്തലയ്ക്ക്, കാരണം അവൾക്ക് സീറ്റ് കിട്ടിയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് RSSന്റെ മുഖമാണെന്നാണ്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കേരളത്തിലെ ഉമ്മൻചാണ്ടിമാരും ആന്റണിമാരും ഒക്കെ മുഖ്യമന്ത്രിയായി മാറുമ്പോൾ സോണിയയിൽ ഞങ്ങൾ കാണേണ്ടത് മാർപ്പാപ്പയുടെ മുഖമാണോ? ഒരു രമേശ് ചെന്നിത്തലയിൽ RSSന്റെ മുഖമാണ് ഒരു സീറ്റ് നിഷേധിച്ചപ്പോ ജയാഡോളി കണ്ടതെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഏത് മുഖമാണ് കാണേണ്ടത്? മതം മാറിയ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യങ്ങൾ വെച്ചു നീട്ടാൻ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ അവരിൽ ആരുടെ മുഖം കാണണം? മാർപ്പാപ്പയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഇവരിയ്ക്കുന്നത്.
കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലുണ്ട് മതം മാറിയ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പണ്ടേ തീരുമാനിക്കുന്നു മതം മാറിയ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യമുണ്ട്. ഇവിടെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ പിച്ചച്ചട്ടിയിലാണ് കൈയിട്ട് വാരുന്നതെന്ന് ആരെങ്കിലും ഓർത്തു? കേരളത്തിൽ നിന്ന് 2 സീറ്റ് പാർലമെന്റിലേക്ക് പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒറ്റ പട്ടികജാതിക്കാരൻ പോയോ പാർലമെന്റിലേക്ക്? കേരളത്തിൽ നിന്ന് ഒരു പട്ടികജാതിക്കാരൻ പോയോ? 2 സീറ്റ് സംവരണം ചെയ്തിട്ട് എന്തേ കാര്യം ഉണ്ടായി? 2 സീറ്റിൽ നിന്നും ജയിച്ചു. ഒന്നിന് ബിജു ജയിച്ചു, ഒന്നില് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് കേസും കൂട്ടായിട്ട് നടക്കുക. അങ്ങ് ഒരു പരിവർത്തത ക്രിസ്ത്യാനിയാണ്. ബിജു കുറുക്കനായതുകൊണ്ട് കേസൊന്ന് വഴുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇലക്ഷൻ നിൽക്കണതിന്റെ ഒരാഴ്ച മുമ്പ് പോയിട്ട് ആര്യ സമാജത്തിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു, ഞാൻ ഹിന്ദുവെന്ന്. പക്ഷെ ശേഷം കെട്ടും കാര്യമൊക്കെ പള്ളിയിൽ, പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാനൊരു ഹിന്ദുവാണ്. ഈ സർട്ടിഫിക്കറ്റ് ഹിന്ദു അല്ലാതെ CPM-ന്റെ ഭാഗത്തു നിന്ന് ഈ സീറ്റിലൊന്നും മത്സരിപ്പിക്കാൻ അവരുടെ കൂടെ വെള്ളം കോരികളും വിറകുവെട്ടികളുമായി നിന്ന ഒരു പട്ടികജാതിക്കാരനെ കിട്ടിയില്ലേ? എത്ര കാലമായി കൂടെ നടക്കുന്ന ഒരാളെ കിട്ടിയില്ലേ സർട്ടിഫിക്കറ്റ് ഹിന്ദു അല്ലാതെ? ഇത് തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ. ഒരു സർട്ടിഫിക്കറ്റ് ഹിന്ദുവിനെ അന്വേഷിക്കണമായിരുന്നു അവർക്ക്. അവരുടെ കൂടെ അടിമപ്പണി ചെയ്യുന്ന എത്ര പാവപ്പെട്ട പട്ടികജാതിക്കാരൻ ഇവിടെയുണ്ട്. ഒരാളെ ആ സീറ്റിൽ നിർത്തിയില്ല. അപ്പൊ നിയമം ഇല്ലാതെ തന്നെ പട്ടികജാതിക്കാരൻ്റെ ഒക്കെ പോണു. അപ്പൊ നിയമം കൂടി വന്നാലോ? അവരെ ഒന്നുമല്ലാതാക്കി മാറ്റുമ്പോൾ ഈ സമാജത്തിനെ ഒന്നിച്ച് നമുക്ക് പ്രതികരിക്കണ്ടേ? ഹൈന്ദവ സമാജത്തെ തന്നെ ഇല്ലാതാക്കുന്നു. അതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ തീരെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നമ്മൾ എന്ത് നിൽക്കണം? നമ്മളിവിടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല ചോദിക്കുന്നത്. നമുക്കതൊന്നും വേണ്ട. ഭൂമാഫിയെ ആകാനല്ല. കള്ളപ്പണവും കള്ളക്കടത്തും കള്ളനോട്ടും ഈ മണ്ണിലൂടെ കുത്തി ഒഴുകിയപ്പോ ശവം വെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തവരായി മാറിയില്ലേ നമ്മള്? തിരുവില്ലാമല പോലും അടയിടൂ എന്നാണ്. ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ശേഷം എന്താ ഉണ്ടാവുക നിശ്ചയില്ല. ഏതായാലും ചാകണ്ടാന്ന് തീരുമാനിക്കാം. നമുക്ക് വേറെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോടൊരു നിർദ്ദേശം വെക്കാം. ഞങ്ങൾക്ക് ചത്താ കിടക്കാൻ സ്ഥലം ഇല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ആരും ചാകണില്ല എന്നൊരു നിർദ്ദേശം വേണമെങ്കിൽ നമുക്ക് ഭരണകൂടത്തോട് പറയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ കൊണ്ട് എല്ലാ പഞ്ചായത്തിലും ഒരു ശ്മശാനം വേണമെന്ന്. പക്ഷെ സംഗതി പലയിടത്തും ഇല്ല. ഉള്ളത് മറ്റുള്ളവർ കയ്യേറിയിട്ടും അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത കോലത്തിലും കിടക്കണു. എന്തുകൊണ്ട്? ശ്മശാനം ഉപയോഗിക്കുക ഹിന്ദു അല്ലേ? എത്ര ഹിന്ദുക്കൾ അവനവന്റെ അച്ഛന്റെ ശവശരീരം, അമ്മയുടെ ശവശരീരം സംസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ മെഡിക്കൽ കോളേജിന് എഴുതി കൊടുത്തു പോരുന്നു. അവന് ഹിന്ദുവാണ്, അവൻ ഈ നാട്ടിലെ പൗരനാണ്. സച്ചാർ കമ്മീഷൻ വെച്ചു മുസ്ലിമിന്റെ പ്രശ്നം പഠിക്കാൻ, രംഗനാഥൻ മിശ്ര കമ്മീഷൻ വെച്ചു ക്രിസ്ത്യാനിയുടെ പ്രശ്നം പഠിക്കാൻ. സ്വന്തം അച്ഛന് മതാചാര പ്രകാരമായ ഒരു സംസ്കാരം പോലും വിധിക്കപ്പെട്ടില്ലാതെ കണ്ണെന്ന് ചോര താടി ഇറങ്ങിപ്പോരുന്ന ചെറുപ്പക്കാരനെ പറ്റി പഠിക്കാൻ ഏത് കമ്മീഷനെ വെക്കൂവിടെ? ശവം സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടല്ല, വെക്കാൻ സ്ഥലമില്ലാണ്ട് മെഡിക്കൽ കോളേജിന് കൊടുക്കണത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ കാണിച്ചു 3 സെന്റിൽ 3 വീടാണ് നിൽക്കുന്നത്. അതിനൊരു മരണം നടന്നപ്പോൾ നമ്മൾ ഈ കുഴൽക്കിണറൊക്കെ കുഴിക്കണ മാതിരി വീട്ടിന്റെ അകത്ത് തുരക്കുകയാണ് അകത്ത് ശവം കുഴിച്ചിടാൻ. ഇത്രയും നഗ്നമായ യാഥാർത്ഥ്യം ഇത് പഠിക്കാൻ എന്നാ ഇവിടെ കമ്മീഷൻ വരിക? എന്നാ ഇതിനനുസരിച്ച് ഇവിടെ നടപടി ഉണ്ടാകുക? കോടികൾ വാരിയെറിഞ്ഞ് ഭൂമാഫിയകൾ ആയിരക്കണക്കിന് ഏക്കറ കക്ഷത്ത് വെച്ചപ്പോ ഭൂപരിഷ്കരണക്കാരെ കാണാമല്ലോ നമ്മള്. ഇവിടെ ഭൂപരിഷ്കരണം നടത്തിയ മണ്ണ ഇപ്പൊ ആയിരക്കണക്കിന് ഏക്കറ ഓരോരുത്തരുടെ ആസനത്തിന് കീഴിലുണ്ട്. ഒരു ഭൂപരിഷ്കരണക്കാരെയും കാണാനില്ല നമ്മള്. പണം കെട്ടിവെക്കുമ്പോ ആരുമില്ല. ഹൈന്ദവ സമാജത്തെ അടിമകളാക്കി, വെള്ളം കോരികളാക്കി, വിറകുവെട്ടികളാക്കി രാഷ്ട്രീയക്കാരന്റെ അടിമപ്പണി ചെയ്യിക്കുകയാണ്. ഹിന്ദുവിന് പൗരാവകാശമില്ല, മതപരമായ അവകാശമല്ല. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് പോകണമെങ്കിൽ എത്ര ആളോട് ചോദിക്കണം? കുടുംബശ്രീക്കാർക്ക് അയ്യോ പഞ്ചായത്തോട് ചോദിക്കണം, ഭരിക്കണ പാർട്ടിയോട് ചോദിക്കണം, അല്ലേ കുടുംബശ്രീ. തൊഴിലുറപ്പ് കാവിക്കൊടി പിടിച്ചാ പോയി, കുടുംബശ്രീ പോയി, തൊഴിലുറപ്പ് പോയി. കുടുംബശ്രീ തൊഴിലുറപ്പൊക്കെ ആരുടെങ്കിലും അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണ ഔദാര്യ? ചിന്തിക്കുക. അത് നമുക്കുള്ള അവകാശമല്ലേ? ഹിന്ദുവിനെ അല്ലാതെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ വിരട്ടി നിർത്താൻ പറ്റുമോ? നിങ്ങൾ പോകരുത്, കാവിക്കൊടി പിടിക്കരുത്. പിടിച്ച ആനുകൂല്യമില്ല, പഞ്ചായത്തിൽ നിന്ന് കോഴിയില്ല, ആടില്ല, താറാവില്ല. നമ്മക്കൊന്നും ആരുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നില്ല. ആർക്കും സ്ത്രീധനം കിട്ടിയ മുതലുമല്ല. ഈ രാഷ്ട്രത്തിന്റെ പണം കൊണ്ടാണ് ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ അത് നമുക്കും അവകാശപ്പെട്ടതാ. കർഷക തൊഴിലാളി പെൻഷൻ കിട്ടണമെങ്കിൽ യൂണിയനിലെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് തേരാപാരാ നടക്കണം. ചെത്തു തൊഴിലാളി കിട്ടണമെങ്കിലും വേണം പാർട്ടിക്കാരന്റെ കൊടി പിടിക്കണം. പൂജാരിക്ക് വല്ലതും കിട്ടണമെങ്കിലും വേണം പൂജാരി നട്ടല് വളഞ്ഞിട്ട് രാഷ്ട്രീയക്കാരനെ മുന്നിൽ നിൽക്കണം. മുല്ലയ്ക്കും മുക്കരിക്കും പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഒരു യൂണിയനിലും അംഗാവണ്ട, ഒരാളുടെ പിന്നാലെ കൊടി പിടിച്ച് നടക്കണ്ട. ഇതെന്തുകൊണ്ട്? കർഷക തൊഴിലാളിക്ക് യൂണിയനിൽ ചേർന്നാലേ കിട്ടുള്ളൂ, ചെത്തു തൊഴിലാളിക്ക് എന്നാലേ കിട്ടുള്ളൂ. വിനീത വിധേയനായിട്ട് നിൽക്കണം. മുല്ലയ്ക്ക് മുക്രിക്ക് എവിടെയും ചേരണ്ട. നാളെ മദ്രസ അധ്യാപകന് കിട്ടുമ്പോ എവിടെയും ചേരണ്ട. ഇതെന്തുകൊണ്ട്? നമുക്ക് നട്ടലില്ലാത്തത് കൊണ്ട്. അതുണ്ടെന്ന് ഉറപ്പാണല്ലോ. ശ്രീരാമചന്ദ്രന്റെ വംശത്തിന്, ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശത്തിന്, ഛത്രപതി ശിവജിയുടെ വംശത്തിന്
നട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ നമുക്ക്? നമുക്കുള്ള നട്ടല് കാണിച്ചേ പറ്റൂ. ആർക്കും എതിരെയല്ല, നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഈ പിറന്ന മണ്ണില് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്, അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടി നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചില കടുത്ത തീരുമാനങ്ങൾ ഹൈന്ദവ സമാജം എടുത്തേ പറ്റൂ. നമുക്ക് തീവ്രവാദം വിധിച്ചിട്ടില്ല, നമുക്ക് തീവ്രവാദം പറ്റില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞവർക്ക് തീവ്രവാദത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വോട്ടിനെ ആയുധമാക്കുക. രാഷ്ട്രീയക്കാര് വരും, വരച്ച വരയുടെ 2 തെരഞ്ഞെടുപ്പില് ഹിന്ദു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ വരും. ഇന്ന് വരുന്നത് നട്ടപ്പാതിര നേരത്തെ തലയിൽ മുണ്ടിട്ടും കൊണ്ടാണെങ്കിൽ നാളെ പരസ്യമായി വരും. നിങ്ങളുടെ ആവശ്യം എന്താന്ന് ചോദിച്ചിട്ട്, നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ട? ഒരു 2 തെരഞ്ഞെടുപ്പിലെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സമാജം സന്നദ്ധമായേ പറ്റൂ. ജനാധിപത്യത്തില് ആ വലിയ അധികാരം വിനിയോഗിക്കാൻ ഹിന്ദുവിന്റെ ഐക്യത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹിന്ദുവിന് മാർക്സിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ജനതാദൾ എന്നോ വ്യത്യാസമില്ല. ആര് ഹിന്ദു താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറാകുന്നുവോ അവരോടൊപ്പം നിൽക്കാം. ഇരുട്ടിന്റെ മറവിലല്ല, പരസ്യമായിട്ട്. മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറത്ത് സമ്മേളനം വിളിച്ചു. എന്തിന്? അവര് മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. കോൺഗ്രസുകാർ പറയുന്നു മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്ത. അങ്ങനെ ഞങ്ങളെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്തതൊന്ന് പറയണ കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട്. സാധിക്കുമോ? ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് നിങ്ങൾ ചെയ്തു തന്നത് എന്താ എന്നുള്ളത്? എന്നിട്ടും കിട്ടുന്നുണ്ടോ ന്യൂനപക്ഷത്തിന്റെ വോട്ട്? എന്നിട്ടും കിട്ടുന്നുണ്ടോ? ന്യൂനപക്ഷത്തിന് വേണ്ടി ഇപ്പൊ ന്യൂനപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരാണത്രേ. ഇപ്പൊ മാറിയോ നിശ്ചയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എതിരാണത്രേ. എന്തിന്റെ പേരിൽ CPM-നെ എതിർക്കുന്നു ഇവിടുത്തെ ന്യൂനപക്ഷം? മുസ്ലിം ന്യൂനപക്ഷം എന്തിന്റെ പേരിലാണ് എതിർക്കണത്? 1921 ഹിന്ദുവിന്റെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്ത മണ്ണൊക്കെ കൂടി മുറിച്ചെടുത്ത് മലപ്പുറം എന്നൊരു ജില്ലയുണ്ടാക്കി പാണക്കാട് തങ്ങളുടെ പടിപ്പരയ്ക്ക് കൊണ്ടുപോയി പണയം വെച്ചേനോ? അതിനാണോ ന്യൂനപക്ഷം CPM-നോട് എതിർത്തത്? എല്ലാ സ്കൂളുകളിലും അറബിക് അധ്യാപകരെ കൊടുത്തേനു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധത്തിൽ 2 മണിക്കൂർ ഇടവേള പ്രഖ്യാപിച്ചതിനു. ഉഷ്ണമേഖലാ പ്രദേശമായ കേരളത്തിലെ പഠനം ഉച്ചയ്ക്ക് മുൻപ് അവസാനിപ്പിക്കണമെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞേനു. ഇസ്ലാമിക ബാങ്ക് ആരംഭിച്ചതിനു. ഇങ്ങനെ ഏതിനാ മുസ്ലിം ന്യൂനപക്ഷം ഇവരെ എതിർക്കുന്നത്? ക്രൈസ്തവ ന്യൂനപക്ഷവും എതിരാത്രേ. ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ അനുവാദം കൊടുത്തേനു, ഇവിടെ മതം മാറ്റാൻ അനുവാദം കൊടുത്തേനോ? ഏതിനാ CPM-നെ ഇവരെ എതിർക്കുന്നത്? അപ്പോ ഒന്ന് ചിന്തിക്കുക. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും നിങ്ങളുടെ പിന്നിൽ ഒന്നും കിട്ടാത്ത ഹൈന്ദവ സമാജമാണ്, കഞ്ഞിവെള്ളം പോലും കിട്ടാത്ത ഹൈന്ദവ സമാജമാണ് ഇതുവരെയും വോട്ട് ഭിക്ഷ നൽകിക്കൊണ്ട് നിങ്ങളെയൊക്കെ മുകളിലേക്ക് എത്തിച്ചത്. അതല്ലാതെ മറ്റൊരു സമാജത്തിന്റെ വോട്ട് കൊണ്ടല്ല. CPM ന്യൂനപക്ഷത്തിന്റെ പുറകെ ഓടുമ്പോ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ പട്ടിണിക്കിട്ടിട്ട് അയലോക്കത്തെ സുന്ദരിക്ക് ചാന്തുപൊട്ടും ചങ്കേലസും വാങ്ങിക്കൊടുക്കാൻ പോകുന്ന പോലെയുള്ള ഒരു സമാജം ഇവിടെ പുറകെ കിടക്കുന്നുണ്ട്, കഞ്ഞിവെള്ളം പോലും വാങ്ങിച്ചു തരാതെ. എന്നിട്ട് വോട്ട് ചെയ്യുന്നു. അവരെ പരിഗണിക്കണ്ടേ? നിങ്ങൾ അവരുടെ വിഷയങ്ങൾ എടുക്കണ്ടേ? ഈ 2 മുന്നണികൾക്കും ബാധ്യതയില്ലേ നിങ്ങളുടെ പുറകിൽ നിന്ന് ഈ സമാജത്തെ? CPM-നെ ആരാ ജയിപ്പിച്ച? കണ്ണൂർ ജില്ലയിലെ 12 പഞ്ചായത്തിൽ CPM-ന് എതിരില്ല. CPM മാത്രമേ ഉള്ളൂ. CPM അതിനിങ്ങനെ അഭിമാനിക്കുന്നു. അവിടുത്തെ ജനസംഖ്യ ഒന്ന് പഠിക്കുക. 90% മേലെയാണ് ഹിന്ദു ജനസംഖ്യ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരില്ലാത്ത പഞ്ചായത്തുകളില്. ഇനി വാരിക്കോരി ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണു. മലപ്പുറം ജില്ലയില് 16 ഗ്രാമപഞ്ചായത്തില് CPM എന്ന് പറഞ്ഞൊരു സാധനേ ഇല്ല. ഒരൊറ്റ മെമ്പർ പോലും ജയിച്ചിട്ടില്ല. കൊടുത്തിട്ട് എന്ത് കിട്ടി? അയോധ്യയിൽ പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി? ഒരൊറ്റ സീറ്റില്ല 16 പഞ്ചായത്തില്. കോട്ടയത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലയായ 12 ജില്ലയിൽ ഒരൊറ്റ CPM ഇല്ല, അല്ലെ 12 ഗ്രാമപഞ്ചായത്തില്. അപ്പൊ പുറകിൽ നിൽക്കുന്ന ഈ സമാജത്തെ ഇനിയെങ്കിലും പരിഗണിക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഹിന്ദുവിന്റെ ഐക്യം പ്രകടിപ്പിക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വരരുചി കഥയുടെ പഴമയിൽ പറയുന്നത് പോലെ ഹൈന്ദവ സമാജത്തെ ഒറ്റക്കെട്ടായി ആധ്യാത്മികമായും ഭൗതികമായും ഉയർത്തുക ഹിന്ദു ഐക്യവേദിയുടെ ലക്ഷ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഭൗതികമായും സാമൂഹ്യമായും സാമ്പത്തികമായും ആധ്യാത്മികമായും എല്ലാം തന്നെ ഹൈന്ദവ സമാജത്തിന്റെ അതിന് വൈഭവ കാലഘട്ടങ്ങളിലേക്ക് പോകുവാൻ ഹിന്ദു ഐക്യവേദി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 30-1 തീയതികളിൽ നടക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.